UG രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ റിസൾട്ട് വന്നതിന് ശേഷം പലതരത്തിലുള്ള കൺഫ്യൂഷൻസും പലതരത്തിലുള്ള സംശയങ്ങളാണ് നമുക്ക് വരുന്നത്. അതിൽ പ്രത്യേകിച്ച് കുറച്ച് മാർക്കിനായിരിക്കും ഞാൻ പോയിട്ടുണ്ടാവുക, എനിക്ക് ഉറപ്പാണ്. ഞാൻ നന്നായി എഴുതിയിട്ടുണ്ട്, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തോറ്റു. വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇത് മൂന്നാമത്തെ വട്ടമാണ് എഴുതുന്നത്. എൻ്റെ എൻറോൾ ചെയ്ത വർഷം 2019 ഇനി എനിക്ക് സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ അവസരമുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. 2019 മുതൽ 2023 അല്ലെങ്കിൽ 2019 ഓൺവേർഡ്സ് ആയിരുന്നു ഈ പരീക്ഷകൾ എഴുതാനുള്ള മാനദണ്ഡം. ആ വിദ്യാർത്ഥികൾ എഴുതിയിട്ടുമുണ്ട്. എന്നാൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനിയും സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ വിളിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചു. അവർക്കിനി സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ വിളിക്കില്ല, അവസരം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനോ സ്പെഷ്യൽ എക്സാമിനേഷനോ കോൾ ഫോർ ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്കിനി എഴുതാൻ സാധിക്കുന്നത്. എന്നാൽ 2020, 2021, 2022 അക്കാഡമിക് ഇയറിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക്, അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്ന കാര്യം വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ 2019 അഡ്മിഷൻ എടുത്ത് ഈ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയപ്പോൾ വീണ്ടും തോറ്റാൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അവർക്ക് ആകെയുള്ളൊരു പോം വഴി എന്ന് പറയുകയാണെങ്കിൽ റീവാലുവേഷൻ കം സ്ക്രൂട്ടിനിക്ക് കൊടുക്കാം, അതിൽ ജയിക്കാൻ സാധിക്കട്ടെ. ഇനി അൺഫോർച്ചുനേറ്റ്ലി ആ റിസൾട്ട് വരുമ്പോൾ തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ദേ ഹാവ് ടു വെയിറ്റ് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. 2016 വരെയാണ് വിളിച്ചിട്ടുള്ളൂ. 2017, 2018, 2019 ഒക്കെ വിളിക്കാനുണ്ട്. സോ നിങ്ങൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഒരു KKPP ആണ്, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. എന്നാലും നിങ്ങൾ അവസരം കളയാതെ വേണമെങ്കിൽ റീവാലുവേഷൻ കം സ്ക്രൂട്ടിനി കൊടുക്കാം. വീണ്ടും ആവർത്തിക്കുന്നു, ഉറപ്പുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 2020, 2021, 2022 വർഷങ്ങളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനിയും അവസരമുണ്ട്. അവർക്ക് അത്രയധികം ബുദ്ധിമുട്ടില്ല. പക്ഷേ 2019 അഡ്മിഷൻ എടുത്ത് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതി തോറ്റ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങളില്ല എന്ന കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു റീവാലുവേഷൻ്റെ ഡേറ്റിനെ കുറിച്ചിട്ട്. ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.